ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിൽ ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് വാടി വരണം. അപ്പോൾ നമുക്കതിനെ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിവ് ഇച്ചിരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാളയിലേക്ക് മസാലപ്പൊടി നന്നായിട്ട് പറ്റിപ്പിടിക്കും വിധം നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് മാറി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പൊടികൾ കരിയാതെ സൂക്ഷിക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ബീഫ് ഇട്ടിട്ടാണ് ലാസ്റ്റാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫിലേക്ക് മസാലപ്പൊടിയെല്ലാം നന്നായിട്ട് പറ്റി പിടിക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇപ്പം ബീഫിലേക്ക് എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രേവി ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഒരു 7 വിസിൽ വരെ കേൾക്കണം. എങ്കിലേ നമ്മളെ ബീഫ് നന്നായിട്ട് വെന്ത് വരികയുള്ളൂ. ഇപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.